ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 7 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ചിന്താവിഷയമാക്കുന്നത്. നാം പുതിയ ഉടമ്പടിയുടെ മനുഷ്യരാണ്. നമ്മൾ പുതിയ ഉടമ്പടിയുടെ വ്യക്തികളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവായ ഈശോയെ, അവിടുത്തെ ദിവ്യസ്വരം ശ്രവിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന ഭാഗം, ഈ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവായ ഈശോയെ ഞങ്ങളിപ്പോൾ അങ്ങയുടെ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം, ജീവദായകമായ ഇവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നൂറുമേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അവിടുത്തെ വചനം കൊണ്ട് ഞങ്ങളെ ഇപ്പോൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ അങ്ങ് കൊണ്ടുപോകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ബുദ്ധിയെയും ബോധത്തെയും ഇപ്പോൾ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് നിറച്ച് വചനം ശ്രവിക്കാൻ, വചനത്തെ ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ മാതാവ് അവിടുത്തെ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഹെബ്രായ ലേഖനത്തിലെ 8-ാം അധ്യായം ക്രിസ്തുവിനെ, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ ക്രിസ്തുവിനെയാണ് നമുക്ക് വരച്ച് കാണിക്കുന്നത്. 8-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നു എങ്കിൽ രണ്ടാമതൊന്നിന് അവസരമുണ്ടാകുമായിരുന്നില്ല. അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്തു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ കുടുംബവും യൂദാ കുടുംബവുമായി ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസങ്ങൾ വരുന്നു. ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല, അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. അപ്പോൾ ഇവിടെ 2 ഉടമ്പടിയെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന് പഴയ ഉടമ്പടി, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നാളുകളിൽ അവരുമായി ദൈവം ചെയ്ത പഴയ ഉടമ്പടി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ പിതാവായ ദൈവം മനുഷ്യനുമായി ചെയ്യുന്ന പുതിയ ഉടമ്പടി. നമ്മൾ ജീവിക്കേണ്ടത് പുതിയ ഉടമ്പടിയുടെ മനുഷ്യരായിട്ടാണ്. എന്താണ് പഴയ ഉടമ്പടിയുടെ പ്രത്യേകത? അത് വ്യവസ്ഥകൾക്ക് അധീനമായിരുന്നു. ആ ഉടമ്പടി വ്യവസ്ഥകൾക്ക് അധീനമായിരുന്നു. അതാണ് പഴയ ഉടമ്പടിയുടെ പ്രത്യേകത. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളുടെ വംശത്തെ അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും. അതല്ല, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ സ്വർഗം നമ്മളുമായി സ്ഥാപിച്ച പുതിയ ഉടമ്പടിയുടെ പൊരുൾ എന്താണ്? നമ്മൾ ജീവിക്കുന്നത് ആ ഉടമ്പടിയുടെ മനോഹാരിതയിലാണോ? ആ ഉടമ്പടിയുടെ സ്വർഗീയ ആഹ്ലാദത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? ആ ഉടമ്പടിയുടെ അനുഭവത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? എന്താണ് പുതിയ ഉടമ്പടിയുടെ പൊരുൾ? ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും. എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും. അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, പുതിയ ഉടമ്പടി ഒരാത്മബന്ധത്തിൻ്റെ ഉടമ്പടിയാണ്. ഞാൻ അവരുടെ ഹൃദയത്തിൽ ആണ് ജീവിക്കാൻ പോകുന്നത്. അവരുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ അവരുടെ ഹൃദയത്തിൽ ജീവിക്കും.
പുതിയ ഉടമ്പടി ഒരാത്മബന്ധത്തിൻ്റെ ഉടമ്പടിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരാത്മബന്ധത്തിൻ്റെ, ഒരു തീവ്ര സ്നേഹബന്ധത്തിൻ്റെ ഉടമ്പടി. ഇതാണ് പുതിയ ഉടമ്പടിയുടെ പൊരുൾ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ, ആത്മബന്ധത്തിൻ്റെ തീവ്രത. ഇത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? പുതിയ ഉടമ്പടിയുടെ കാതലതാണ്. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും. ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. എന്തെന്നാൽ അവരിലെ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. അവരിൽ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എന്നെ അറിയും. ഞാനുമായി ആത്മബന്ധത്തിലാവും, ഞാനുമായി സ്നേഹബന്ധത്തിലാവും. ഇതാണ് പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത. അടുത്ത വാക്യം, അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും. അത് ഈ സ്നേഹബന്ധത്തിൻ്റെ തീവ്രതയുടെ മറ്റൊരു ഭാവമാണ്. ഞാൻ അവരുടെ അനീതികളുടെ നേർക്ക് കരുണയുള്ളവനായിരിക്കും. അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. ഇനി ഞാൻ അവരെ സ്നേഹിക്കുന്നത് അവരുടെ നന്മയും തിന്മയും വെച്ചിട്ടല്ല. ഞാനിനി അവരോട് കൂട്ടുകൂടുന്നത് അവരുടെ പാപവും നന്മയും വെച്ചിട്ടല്ല. അവർ പാപം ചെയ്താലും ഇല്ലെങ്കിലും, അവർ നന്മ ചെയ്താലും ഇല്ലെങ്കിലും, അവർ അനീതി പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവരെൻ്റെ ജനമാണ്. എനിക്കെങ്ങനെ അവരെ മറക്കാൻ പറ്റും? എങ്ങനെ അവരെ ഉപേക്ഷിക്കാൻ പറ്റും? അപ്പോൾ പ്രിയപ്പെട്ടവരെ, പുതിയ ഉടമ്പടി ഒരാത്മബന്ധത്തിൻ്റെ ഉടമ്പടിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം, ദൈവത്തിന് മനുഷ്യനോടുള്ള ആത്മബന്ധം പണ്ടേ ഉള്ളതാണ്. പക്ഷെ മനുഷ്യനത് അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കാൻ മനുഷ്യനോട്ട് സാധിക്കുന്നുമില്ല. കർത്താവായ യേശുക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെയാണ് ആ ഉടമ്പടി സ്ഥാപിച്ചത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ മനുഷ്യന് ദൈവത്തോട് ആത്മബന്ധം സ്ഥാപിക്കാനുള്ള വലിയ കൃപാവരമാണ് കുരിശുമരണത്തിലൂടെ നൽകിയത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ, നിങ്ങൾ മക്കളായതുകൊണ്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് എൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ ഇനിമേൽ നിങ്ങൾ ദാസരല്ല, പിന്നെയോ പുത്രനാണ്. ഈ തിരിച്ചറിവാണ് പുതിയ ഉടമ്പടിയുടെ കാതൽ. ഞാൻ എൻ്റെ അപ്പൻ്റെ പൊന്നോമന മകനാണെന്നുള്ള, ഞാൻ എൻ്റെ അപ്പൻ്റെ സ്നേഹഭാജനമാണെന്നുള്ള തിരിച്ചറിവ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാനിന്ന് ദൈവത്തെ സ്നേഹിക്കുന്നത് ഈ ഒരു പുത്രബന്ധത്തിൻ്റെ ആഴത്തിലാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത്. ഈ പുത്രബന്ധം, ഈ ആത്മബന്ധം, യേശുക്രിസ്തു തൻ്റെ കുരിശിലൂടെ എനിക്ക് നൽകിയ ഈ ആത്മബന്ധം, എനിക്ക് ദൈവത്തോടുള്ള ഈ ആത്മബന്ധം എൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം ഉണ്ട്, അതാണ് ഞാൻ പുതിയ ഉടമ്പടിയുടെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആത്മബന്ധം എനിക്കുണ്ടോ? ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തിൻ്റെ ഭീതികരമായ പ്രവൃത്തികളെ ഓർത്ത് ഭയവിഹുലരായും നടന്നിരുന്ന ഒരു പഴയ നിയമ ജനതയുണ്ട്. അവൻ്റെ ശിക്ഷകളെ ഓർത്ത്, അവൻ്റെ ഭയാനകമായ ശിക്ഷകളെ ഓർത്ത്, ഉടമ്പടി ലംഘിച്ചാൽ അവൻ സമ്മാനിക്കാൻ പോകുന്ന ഭയങ്കരമായ ഭീതികരമായ ശിക്ഷകളെ ഓർത്ത് ഭയപ്പാടോടെ ദൈവത്തെ അനുസരിച്ചിരുന്ന ഒരു പഴയ നിയമ ജനതയുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇനി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ ഭീതികരമായ പ്രവൃത്തികളെ ഓർത്തോ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ തിന്മ ചെയ്താൽ സമ്മാനിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള ശിക്ഷകളെ ഓർത്തോ ഒന്നുമല്ല ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത്. പകരം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് കുരിശിൽ അവിടുന്ന് തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി ഹോമിച്ചതിന് ഓർത്തുള്ള സ്നേഹമാണ്. എനിക്ക് ദൈവത്തോടുള്ള വാത്സല്യവും ദൈവത്തോടുള്ള എൻ്റെ ആത്മബന്ധവും വർദ്ധിപ്പിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ആത്മബന്ധം എനിക്ക് ദൈവത്തോട് ഉണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ഒരു ദൈവസ്നേഹാനുഭവമുണ്ട്. അതാണ് പുതിയ ഉടമ്പടിയുടെ മനുഷ്യൻ. നമുക്ക് സുവിശേഷങ്ങളിൽ 2-3 ചിത്രങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ കരുണയ്ക്കായി യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. കരുണ യാചിച്ചേ അവൾ പറ്റൂ. കാരണം അന്ന് നിലവിലുള്ള നിയമങ്ങൾ എല്ലാം അവൾ തെറ്റിച്ചവളാണ്. മോശയുടെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയവളാണ് അവൾ. പിടിക്കപ്പെട്ട വ്യഭിചാരിണി എന്നാണ് ആ അധ്യായത്തിൻ്റെ ഹെഡിങ് പോലും. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്
കർത്താവായ ഈശോയുടെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പാപിനി സ്ത്രീയുടെ ചിത്രമാണ്. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവനിരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരീസയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിവർത്തി അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവളെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിയമപ്രകാരം ശിക്ഷിക്കപ്പെടേണ്ടവളാണവൾ. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തവൾ, നിയമം ലംഘിച്ചവൾ, മോശയുടെ നിയമത്തെ കാറ്റിൽ പറത്തിയവൾ, ഇങ്ങനെ ശിക്ഷ അർഹിക്കാവുന്ന എല്ലാവിധത്തിലുള്ള തെറ്റുകളുമായിട്ട് മോശയുടെ നിയമങ്ങൾക്കെതിരെ, ദൈവിക നിയമങ്ങൾക്കെതിരെ ഉള്ള എല്ലാ തെറ്റുകളുമായിട്ടാണ് അവൾ നിൽക്കുന്നത്. ഇവിടെയാണ് അവളുടെ മുഖത്തേക്ക് കരുണയോടെ നോക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഭാവത്തെ നമ്മൾ കാണുന്നത്. അവൻ അവളെ കരുണയോടെ വിളിച്ചു. നിയമത്തിൻ്റെ നൂലിഴ കീറി നോക്കിയിട്ടല്ല അവൻ വിളിച്ചത്. അവൾ തെറ്റുകാരിയാവാം, പാപിയാവാം, വ്യഭിചാരിണിയാവാം, മോശയുടെ നിയമങ്ങളെല്ലാം തെറ്റിച്ചവളാവാം. പക്ഷേ ദൈവം അവളെ വളരെ ആത്മബന്ധത്തോടെ നോക്കി. അവൾ മകളാണ്. അതാണ് ദൈവത്തിന് അവളോടുള്ള ആത്മബന്ധം. അവൾ മകളാണ്. അവൾ തെറ്റുകാരിയല്ല. അവളുടെ ഒന്നാമത്തെ പൊസിഷൻ അതല്ല. അവരെല്ലാം അവൾക്ക് കൊടുത്തിരിക്കുന്ന പൊസിഷൻ എന്താ? അവൾ പാപിനിയാണ്, വ്യഭിചാരിണിയാണ്, മോശയുടെ നിയമം ലംഘിച്ചവളാണ്. ഇതൊക്കെയാണ് അവൾക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ചില സ്ഥാനങ്ങൾ. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവൻ ആദ്യം കാണുന്നത് അവൾ മകളാണ്. ദൈവത്തിൻ്റെ പൊന്നോമന മകളാണവൾ. ആ ബന്ധമാണ്, ആത്മബന്ധത്തോടെയാണ് അവൻ അവളെ വിളിക്കുന്നത്. സ്ത്രീയെ, ആരും നിന്നെ ശിക്ഷയ്ക്ക് വിധിച്ചില്ലേ? ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, നീ പൊയ്ക്കൊള്ളുക. നിരുപാധികം നിന്നെ ഞാൻ വിട്ടയച്ചിരിക്കുന്നു. അൺകണ്ടീഷണൽ ലവ്. നിരുപാധികം ഇപ്പോൾ നിന്നെ ഞാൻ ശരിക്കും ശിക്ഷ അർഹിക്കേണ്ട എല്ലാ പാപവും നിനക്കുണ്ട്, ശിക്ഷ അർഹിക്കേണ്ട എല്ലാ കുറവും നിനക്കുണ്ട്. നീ അതുമായിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. പക്ഷേ നിരുപാധികം നിന്നെ ഞാൻ വിട്ടയക്കുന്നു. കാരണം നീ മകളാണ്. ഇതാണ് പുതിയ ഉടമ്പടി. കാരണം നീ മകളാണ്. നിരുപാധികം നിന്നെ ഞാൻ വിട്ടയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവൾക്ക് ആ സ്ഥലത്ത് വെച്ച് അവനോടൊരു ആത്മബന്ധം രൂപപ്പെടുന്നുണ്ട്. തന്നെ നിരുപാധികം വിട്ടയച്ച, നിയമത്തിൻ്റെ നൂലിഴ വലിച്ചു കീറി പരിശോധിച്ച് തന്നെ ശിക്ഷിക്കാതെ, തന്നെ നിരുപാധികം തൻ്റെ കുറ്റങ്ങളോടുകൂടി, തൻ്റെ ചെയ്തികളോടുകൂടി നിരുപാധികം വിട്ടയച്ച ആ കർത്താവിനോട് അവൾക്ക് അവിടെ വെച്ചൊരു ആത്മബന്ധം രൂപപ്പെടുന്നുണ്ട്. ഇതാണ് പുതിയ ഉടമ്പടിയുടെ സ്ത്രീയായിട്ട് അവൾ മാറിയത്. അന്നു മുതൽ അവൾ അവനെ സ്നേഹിക്കുന്നത് നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല. അന്നു മുതൽ അവൾക്ക് അവളുടെ ഹൃദയത്തിൽ അവന് സ്ഥാനമുണ്ട്. അന്നു മുതൽ അവൾ അവൻ്റെതാണ്. അന്നു മുതൽ അവൾ ജീവിക്കുന്നത് അവന് വേണ്ടിയാണ്. അന്നു മുതൽ അവളുടെ ജീവിതത്തിൻ്റെ മുഖ്യ കേന്ദ്രം അവനാണ്. കണ്ടോ, അവളുടെ ഉള്ളിൽ ഒരു ആത്മബന്ധം തിരിച്ചും രൂപപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പുതിയ ഉടമ്പടിയുടെ മനുഷ്യർ. അന്നു മുതൽ പിന്നെ അവൾ അവനെ സ്നേഹിക്കുന്നത് നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല. പിന്നെ അവൾ പാപം ചെയ്യാതിരിക്കുന്നത് നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല. അവളുടെ ഹൃദയത്തിൽ അവനുണ്ട്. പിന്നെ അവൾക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അവളുടെ ഹൃദയത്തിൽ അവൾ സ്നേഹിക്കുന്ന അവനുണ്ട്. ഇതാണ് അവൾക്ക് അവനോട് തോന്നിയ, കർത്താവായ യേശുക്രിസ്തുവിനോട് ആ പാപിനിക്ക് തോന്നിയ ഹൃദയബന്ധം. ഇതാണ് പുതിയ ഉടമ്പടിയുടെ മനുഷ്യർ. പിന്നെ അവൾ ജീവിക്കുന്നത് ആ ആത്മബന്ധത്തിലാണ്, അവനോടുള്ള ആത്മബന്ധത്തിലാണ്. പ്രിയപ്പെട്ടവർ, ഇത് തന്നെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഇത്തരം ഒരു സുന്ദരമായൊരു ചിത്രം കാണുന്നുണ്ട്. നമ്മൾ ധാരാളം വായിച്ചു കേട്ടിട്ടുള്ള ഭാഗമാണത്.
ഈശോ ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അപ്പസ്തോലൻ ഇല്ലായിരുന്നു. രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അപ്പസ്തോലനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കൂട്ടുകാർ പറഞ്ഞിരുന്നു തോമസേ ഈശോ വന്നു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും തോമസ് അപ്പസ്തോലൻ വാശി പിടിച്ചു, എനിക്ക് അവനെ കാണണം, അവൻ്റെ മുറിവുകൾ എനിക്ക് കാണണം. ഏതായാലും നമ്മൾ വായിക്കുന്നത് 20-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. സുന്ദരമാണത്, നോക്കണം. ആത്മബന്ധമില്ലാത്ത തോമാസ് ലീഹയാണ് നമ്മൾ ആദ്യം കാണുന്നത്. ആത്മബന്ധമില്ലാത്ത ശിഷ്യന്മാർ അവരെല്ലാവരും ഈശോയുടെ ആത്മബന്ധമില്ലാത്തവരാണല്ലോ. അതുകൊണ്ടാണ് അവനെ പിടിച്ചപ്പോൾ അവർ ഓടിയത്. അവരെല്ലാം ഓടിയെന്നാണ് തിരുവചനം വായിക്കുന്നത്. അവസാനം ഒരാൾ അകലെയായിട്ട് അവനെ അനുഗമിച്ചിരുന്നു, പിന്നെ അവനും തുണി പോലും ഇട്ടിട്ട് ഓടി. ആത്മബന്ധമില്ലാത്തവരെല്ലാം വിട്ടുപോകുന്നേ. ദൈവത്തോട് ആത്മബന്ധം സ്ഥാപിക്കാത്ത മനുഷ്യർ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ വിട്ടുപോകും, ഒരു സംശയവും വേണ്ട. ഭക്തിയും അതൊക്കെ പുറത്തുള്ള കാര്യങ്ങളാണ്. ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ ആത്മബന്ധമില്ലാത്തവർ എല്ലാവരും ദൈവത്തെ ഉപേക്ഷിച്ചു പോകും. അത് പഴയ ഉടമ്പടിയുടെ മനുഷ്യരാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നതും അങ്ങനെ ആത്മബന്ധമില്ലാതെ ഇട്ടെറിഞ്ഞിട്ട് പോയ ഒരു തോമാസ് ലീഹായാണ് തിരുവചനം അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാസ് ലീഹായെ വിളിക്കുന്നുണ്ട്. 20-27 അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, എൻ്റെ കൈകൾ കാണുക. അടുത്തത്, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. എന്താണ് കൈകൾ കാണിച്ചപ്പോൾ തോമാസ് ലീഹായ്ക്ക് ഈശോ കൈ കാണിച്ചു കൊടുത്തു. എന്താ കയ്യിൽ തോമാസ് ലീഹ കണ്ടേ? 2 കൈയും നീട്ടി കാണിച്ചു കൊടുത്തു. കാണ് തോമസേ, ദേ എൻ്റെ കൈ കാണ്. എന്താ അവൻ കണ്ടേ? അവൻ കണ്ടത് മറ്റൊന്നുമല്ല, അവന് വേണ്ടി കുത്തി മുറിക്കപ്പെട്ട കൈകളാണ് തോമസ് കണ്ടേ. അവനോടുള്ള തീവ്ര സ്നേഹം കൊണ്ട്, അവനോടുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം കൊണ്ട് അവന് വേണ്ടി കുത്തി മുറിക്കപ്പെട്ട കൈയാണ് തോമസ് കണ്ടേ. തോമസ് ധൈര്യം കാണിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ പാർശ്വത്തിൽ കൈയെടുത്ത് വയ്ക്കാൻ വെച്ചെങ്കിൽ തോമസ് ലീഹ എവിടെയാ തൊട്ടേ? എവിടെയാണ് തോമസ് തൊട്ടേ? അവനോടുള്ള തീവ്ര സ്നേഹം കൊണ്ട്, അവനോടുള്ള ആത്മബന്ധത്തിൻ്റെ അങ്ങേയറ്റം കൊണ്ട് അവന് വേണ്ടി കുത്തി തുറക്കപ്പെട്ട അവൻ്റെ പാർശ്വം, അതേലാണ് തൊട്ടത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പുതിയ ഉടമ്പടിയുടെ മനുഷ്യരാകാനുള്ള വഴി. അങ്ങനെ തനിക്ക് വേണ്ടി, തന്നോടുള്ള തീവ്ര സ്നേഹം കൊണ്ട് തനിക്ക് വേണ്ടി കുത്തി മുറിക്കപ്പെട്ട കയ്യെ നോക്കി നിന്ന തോമസിന് അറിയാണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അവനോടൊരാത്മബന്ധം, അങ്ങ് ഒരു തീവ്ര സ്നേഹം ഈ ഗുരുവിനോടുണ്ടായി. പുതിയ ഉടമ്പടിയുടെ മനുഷ്യനായി തോമാസ് ലീഹ. ഇനി തോമാസ് ലീഹയ്ക്ക് ആരെയും ഭയമില്ല. ഇനി തോമാസ് ലീഹയ്ക്ക് മറ്റൊന്നിലേക്ക് നോക്കാൻ പറ്റില്ല. അവനൊരു തീവ്ര സ്നേഹം ഉടക്കി. അവൻ്റെ തീവ്ര സ്നേഹം ഗുരുവിനോട് തനിക്ക് വേണ്ടി കുത്തി മുറിവേൽക്കപ്പെട്ട കൈ കണ്ടപ്പം, ആ തന്നോടുള്ള തീവ്ര സ്നേഹം കൊണ്ട്, അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് കുത്തി മുറിവേൽക്കപ്പെട്ട കൈ കണ്ടപ്പം തോമാസ് ലീഹായുടെ ഉള്ളിൽ തിരിച്ചൊരു തീവ്ര സ്നേഹം ഉണ്ടായി. എൻ്റെ ഗുരുവിനോട് അറിയാണ്ടൊരു സ്നേഹമുണ്ടായി. ഇനി ആ സ്നേഹം അവനെ ആരുടെ മുമ്പിൽ തല താത്തുകയല്ല. ഇനി അവനെ ആരും ഭയപ്പെടുത്താൻ നോക്കണ്ട. അറിയാണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഉടമ്പടിയുടെ ബന്ധം ആരംഭിച്ചു. ഉടമ്പടിയുടെ മനുഷ്യനായി അന്നു മുതൽ തോമാസ് ലീഹായുടെ ഹൃദയത്തിൽ തനിക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ആ പാർശ്വം അവൻ്റെ ഹൃദയത്തിലുണ്ട്. പിന്നെ അവൻ ഓടും, എവിടെ വേണേലും ഓടും, എങ്ങോട്ട് വേണേലും ഓടും, എന്തോരം കഷ്ടം വേണേലും സഹിക്കും. ഒരു പരാതിയില്ല, ഒരു പരിഭവവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. പിന്നെ തോമാസ് ലീഹയെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. കാരണം അവൻ പുതിയ ഉടമ്പടിയുടെ തീവ്ര സ്നേഹബന്ധത്തിലായിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ ഉടമ്പടിയാണ് ഓരോരുത്തരുമായിട്ട് ഈശോ സ്ഥാപിച്ചത്. ഞാൻ ആ ഉടമ്പടിയുടെ മനുഷ്യനായിട്ടുണ്ടോ? ഞാൻ ആ ഉടമ്പടിയുടെ വ്യക്തി ആയിട്ടുണ്ടോ? ആ ഉടമ്പടി തന്ന ആവേശം എൻ്റെ ഹൃദയത്തിലുണ്ടോ? ആ ഉടമ്പടി തന്ന തീവ്ര ബന്ധമാണോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനോട് എനിക്കുള്ളത്? ഒരു ഭാഗം കൂടി നാം ശ്രദ്ധിച്ചു വായിക്കണം. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അത് എങ്ങനെയോ അഹങ്കാരം കൊണ്ടോ അഹമ്മതി കൊണ്ടോ ഒക്കെ ചാടിപ്പോയ ഒരാടിൻ്റെ കഥയാണ്.
100 ഒന്നിച്ച് നടക്കുമ്പോഴേ ഒരാൾക്ക് അഹങ്കാരം തോന്നിയെന്ന്, അവനങ്ങ് ചാടിപ്പോയി എന്ന്. ഇയാളുടെ കൂടെ നടന്നിട്ട് എന്നാ കാര്യം, ഇവരുടെ കൂടെ നടന്നിട്ട് എന്നാ കാര്യം? ചിലപ്പോൾ അഹങ്കാരം കൊണ്ടാവാം, ചിലപ്പോൾ അഹമ്മതി കൊണ്ടാവാം, ചാടിപ്പോയി. അവൻ ചിലപ്പോൾ തന്നിഷ്ടം കൊണ്ടാകാൻ ചാടിപ്പോയത്. ഒരാട് തന്നിഷ്ടം കൊണ്ട് ചാടിപ്പോയ ആട് എന്നൊക്കെ നമുക്ക് വേണമെന്നെ കരുതാം. എങ്ങനെയാട്ടെ, ആടൊരെണ്ണം പോയി, തന്നിഷ്ടം കൊണ്ടോ അഹംഭാവം കൊണ്ടോ താൻ പോരുമ കൊണ്ടോ ഒക്കെ ചാടിപ്പോയി. നമ്മൾ വായിക്കുന്നുണ്ട് 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, സുന്ദരമാണത്. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ, എന്തുകൊണ്ടും ആവട്ടെ, നഷ്ടപ്പെട്ടതിൻ്റെ കാരണം അഹങ്കാരമോ അവമതിയോ എന്തോ ആട്ടെ, ആ ആടിനെ അന്വേഷിച്ച് ചൂട്ടുകറ്റയും കത്തിച്ച് പോവുകയാണ്. ആ മലയുടെ മേടുകളിലെല്ലാം ചൂട്ടുകറ്റയും കത്തിച്ച് ആ രാത്രി നടക്കുവാണ്. തീവ്ര സ്നേഹം കൊണ്ട്, തീവ്രബന്ധം കൊണ്ട് ആ രാത്രി മുഴുവനും ചൂട്ടുകറ്റയും കത്തിച്ച് ആ മേട് മുഴുവനും നടക്കുവാണ്, തീവ്ര സ്നേഹം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ദൈവത്തിൻ്റെ ചിത്രമാണത്. ഉടമ്പടിയുടെ ദൈവത്തിൻ്റെ ചിത്രമാണ് ഈ അവതരിപ്പിക്കുന്നത്. ഈ ദൈവത്തോടാണ് നമുക്ക് തീവ്ര സ്നേഹം വർദ്ധിച്ചു വരേണ്ടത്. വീണ്ടും 15-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കുറച്ചുകൂടെ വിശദമായിട്ട് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പറയുന്നുണ്ട്. അവനും പോയി അഹമ്മതി കൊണ്ട്, അവനും പോയി ഉള്ള കാശും മേടിച്ച്, ഇയാൾ എനിക്ക് ആരുമല്ല, അപ്പൻ എനിക്ക് ആരുമല്ല, എനിക്ക് എൻ്റെ ലോകമുണ്ട്, എനിക്ക് എൻ്റെ വഴിയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഈ തറവാട്ടിൽ ഞാനില്ല, ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ അഹങ്കാരം മൂത്തിട്ട് അവനും ഇറങ്ങിപ്പോയി. പക്ഷെ 20-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവന് ഈ പിതാവ് എൻ്റെ അടുക്കലേക്ക് പിന്നീട് അവൻ തിരിച്ചു വരുമല്ലോ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നു. ഈ വരവ് കണ്ടപ്പോൾ ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ അവിടെ ചെന്നിട്ട് കുറ്റപ്പെടുത്തലില്ല, പഴിചാരലില്ല. നീ ഇട്ടിട്ട് പോയവനല്ലേടാ, ഇറങ്ങിപ്പോയവനല്ലേടാ, പോയിട്ട് എന്തായടാ, നീ അനുഭവിച്ചില്ലേടാ, തീർത്തില്ലേടാ, എല്ലാം കളഞ്ഞു കുളിച്ച്. എണ്ണിപ്പെറുക്കലില്ല, ചോദ്യമില്ല, കുറ്റാന്വേഷണ ഒന്നുമില്ല. ഉടമ്പടിയുടെ ബന്ധമാണത്. വരുന്നത് മകനാണ്, അവന് തെറ്റുപറ്റിയിട്ടുണ്ടാവാം, അവന് വീഴ്ച പറ്റിയിട്ടുണ്ടാവാം. വരുന്നത് അപ്പൻ്റെ പൊന്നോമന മകനാണ്, ചെല്ലുവാണ്, അവന് കുറവുണ്ട്, അവൻ ആകപ്പാടെ വരുന്നത് പോലും വൃത്തികെട്ട രീതിയിലാണ്. പക്ഷേ ഇതൊന്നും ഉടമ്പടിയുടെ ബന്ധത്തിന്, അവൻ്റെ പാപങ്ങൾ ഉടമ്പടിയുടെ ബന്ധത്തിന് തടസ്സമല്ല. അവനെ സ്നേഹിക്കുന്നതിന് അവൻ്റെ പാപങ്ങൾ തടസ്സമല്ലെന്ന്, അവനെ സ്നേഹിക്കുന്നതിന് അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള കുറവുകൾ തടസ്സമല്ലെന്ന് അവനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇതാണ് ഉടമ്പടിയുടെ സ്നേഹബന്ധം. പുതിയ നിയമത്തിലെ ദൈവമനുഷ്യ ഉടമ്പടിയുടെ സ്നേഹബന്ധത്തിൻ്റെ അടയാളമാണത്. എന്നിട്ട് 22 മുതലുള്ള വാക്യങ്ങളോ, പിതാവ് ദാസരോട് പറഞ്ഞു, ഉടനെ തന്നെ അവനെ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുക, പിന്നെ മോതിരമണിയിക്ക്, ചെരുപ്പിട്ട് കൊടുക്ക്. പിന്നെ നമ്മൾ വായിക്കും, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് അവന് സൽക്കരിക്ക്. ഇതാണ് ഉടമ്പടിയുടെ ദൈവബന്ധം. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് നൽകുന്ന ഒരു തിരികെയുള്ള ഒരു ബന്ധമുണ്ട്. ഇത് നമുക്ക് നൽകുന്ന തിരിച്ചുള്ളൊരു ബന്ധമുണ്ട് ദൈവത്തോട്. എനിക്ക് വേണ്ടി തൻ്റെ ഓമൽകുമാരനെ കുരിശിൽ ഉപേക്ഷിച്ച ദൈവത്തോട് എനിക്ക് തോന്നുന്ന ഒരു തീവ്ര ബന്ധമുണ്ട്. എനിക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൽ പീഡകളേറ്റ് മരിച്ച എൻ്റെ കർത്താവായ ഈശോയോട് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ബന്ധമുണ്ട്. അത് ആത്മബന്ധമാണ്, തീവ്രബന്ധമാണ്. ഇതാണ് ഉടമ്പടിയുടെ മനുഷ്യരെന്ന് പറയുന്നത്. ഈ ബന്ധം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആർജിക്കണ്ടേ? ഈ ബന്ധമാണ്. അല്ലാതെ ഞാൻ അതനുസരിച്ചില്ലെങ്കിൽ അവൻ എന്നെ ശിക്ഷിക്കുമെന്നും, ഞാൻ അതനുസരിച്ച് നടന്നില്ലെങ്കിൽ അവൻ എൻ്റെ ജീവിതത്തിൽ നഷ്ടം വരുത്തുമെന്നും, എൻ്റെ കുടുംബം തകർക്കുമെന്നും, ഇത് കണ്ടീഷണലാണ്. ഇത് പഴയ ഉടമ്പടിയുടെ മനുഷ്യരാണത്. ഞാൻ ദൈവത്തെ അനുസരിക്കുന്നത് ദൈവത്തെ പേടിച്ചല്ല. ഞാൻ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ അവൻ വരുത്തി വയ്ക്കാൻ പോകുന്ന ശിക്ഷകളെ ഓർത്തിട്ടല്ല ഞാൻ ദൈവത്തെ അനുസരിക്കുന്നത്. ഞാൻ നന്മ ചെയ്യുന്നത്, ഞാൻ പാപം ചെയ്താൽ ദൈവം എൻ്റെ കുടുംബത്തിലും എൻ്റെ മക്കൾക്കും വരുത്തി വയ്ക്കാൻ പോകുന്ന വലിയ തിന്മകളെ ഓർത്തിട്ടല്ല ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത്. എൻ്റെ ദൈവത്തോടുള്ള എന്നെ ഹൃദയം തുറന്ന്, ഞാൻ പാപിയാണെങ്കിൽ പോലും എന്നെ സ്നേഹിക്കുന്ന, ഞാൻ തെറ്റുകാരനാണെങ്കിൽ പോലും എന്നെ ആലിംഗനം ചെയ്യുന്ന, എൻ്റെ പാപങ്ങൾ മനസ്സിൽ വയ്ക്കാതെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തോടുള്ള പ്രതിസ്നേഹമാണ്. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങളുടെ ഗൗരവം നോക്കാതെ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ കർത്താവായ ഈശോയോടുള്ള പ്രതിസ്നേഹം, അതാണ് ഉടമ്പടിയുടെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇത് ആർജിക്കേണ്ട മനുഷ്യരാണ് നമ്മൾ. ഈ ഉടമ്പടിയുടെ പ്രതിസ്നേഹത്തെ, ഉടമ്പടിയുടെ സ്നേഹത്തെ ജീവിതത്തിൽ വളർത്തേണ്ടവരാണ് നമ്മൾ. നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിലേക്ക് നോക്കി
കുരിശിൽ ഞാൻ കാണുന്നത് എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രതയാണ്. അവൻ്റെ പാപങ്ങളുടെ നേരെ ഞാൻ കരുണ കാണിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, ഇനി അവരുടെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവം, എൻ്റെ പാപങ്ങൾ ഓർക്കാതെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ്, കാരുണ്യവാനായ ദൈവം, അവൻ എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ തീവ്രത. കർത്താവായ ഈശോയെ, എനിക്ക് അങ്ങയോട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആ തീവ്രത തന്ന്, എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത എൻ്റെ ഉള്ളിൽ തന്ന്, കർത്താവെ, എനിക്ക് അങ്ങയെ സ്നേഹിക്കാനുള്ള കൃപാവരം തരണമേ. ഉടമ്പടിയുടെ മനുഷ്യരാക്കി ഞങ്ങളെ അങ്ങ് രൂപപ്പെടുത്തണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.